നമസ്കാരം. 2000 ഒക്ടോബർ 20 രാത്രി ഏകദേശം ഒരു 12:30 മണിയാവും. ആ സമയത്ത് ഓട്ടോറിക്ഷയിൽ കല്ലുമാതക്കലിന് മുകളിലുള്ള സ്ഥലത്തുനിന്ന് അതിവേഗം ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പിതാവുമായിട്ട് കല്ലുമാതക്ക ജംഗ്ഷനിലേക്ക് ഓടിയെത്തുകയാണ്. അയാളുടെ പിതാവ് വീട്ടിൽ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ് അയാൾ പിതാവുമായിട്ട് ആ ജംഗ്ഷനിലേക്ക് ഓടിയെത്തിയത്. അയാൾ ആ ജംഗ്ഷനിലേക്ക് ആ ഓട്ടോയുമായി ഓടിയെത്തുമ്പോൾ വേറെയും വാഹനങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് അവിടേക്ക് ഓടി വരുന്നുണ്ട്. മിക്കവാറും എല്ലാ വാഹനങ്ങളും ആ കല്ലുവാതക്കൽ ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് കാണുന്ന ആ റോഡിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അതിനകത്തുള്ള ആളുകളൊക്കെ വല്ലാതെ അവശരാണ്. ആ അവശരായ ആളുകളെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ദൂരേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് ലേശം റിസ്ക്കാണ്. അവരെ ഏറ്റവും സമീപത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി. അവിടെ എത്തിയതും അവരെ പരിശോധിച്ച ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അതിവേഗം ആംബുലൻസുകൾ അറേഞ്ച് ചെയ്യുകയും ആ ആംബുലൻസിൽ ആ രോഗികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു. അതൊരു തുടക്കമായിരുന്നു. അടുത്ത ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അനവധി ആംബുലൻസുകളാണ് കൊല്ലത്തെ ആ കല്ലുമാതക്ക മേഖലയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞെത്തിയത്. മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ എത്തുന്ന രോഗികളെ ഒരു നോട്ടം നോക്കിയപ്പോൾ തന്നെ ആ ആളുകൾ പലരും മരിച്ചു എന്നുള്ള കാര്യം ഡോക്ടേഴ്സിന് ബോധ്യമായതും അവർ ആ കാര്യം കൂടെ വന്ന ആളുകളോട് പറഞ്ഞു. പെട്ടെന്നാണ് ആ വാർത്ത അങ്ങ് സ്പ്രെഡായത്. നേരെ പുലരുമ്പോഴേക്കും മെഡിക്കൽ കോളേജിന്റെ പരിസരം ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. കല്ലുവാതക്കിൽ നിന്ന് എത്തുന്ന ആംബുലൻസുകളിൽ ഉള്ള രോഗികളൊക്കെ ഹോസ്പിറ്റലിലെത്തി ഏതാനും മിനിറ്റുകൾക്കകം മരിക്കുകയോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ അന്വേഷണമുണ്ടായി. ആ രോഗികളൊക്കെയും വൈകുന്നേരം ഒരു കള്ളുഷാപ്പിൽ നിന്ന് കള്ള് കുടിക്കാനായി പോയ ആളുകളാണ്. ആ കള്ളുഷാപ്പ് ഏതാണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. കല്ലുവാതക്കൽ ജംഗ്ഷനിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറുമ്പോൾ ഇടതുവശത്തേക്ക് ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴിയിൽ ഒരു നീല ഗേറ്റ് ഉണ്ട്. ആ നീല ഗേറ്റിനകത്തായി ഒരു കൂറ്റൻ ബംഗ്ലാവും ആ ബംഗ്ലാവിൽ ഒരു കള്ളുഷാപ്പും വർക്ക് ചെയ്യുകയാണ്. ശരിക്കും ആ കള്ളുഷാപ്പ് എന്ന് വിളിക്കുമെങ്കിലും അവിടെ വിൽക്കുന്നത് വ്യാജ ചാരായമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് ചാരായം കുടിച്ച ആളുകളാണ് തലേദിവസം രാത്രിയിലും നേരം വെളുത്തപ്പോഴുമായി കറങ്ങി വീണിരിക്കുന്നത്. ആ വാർത്ത അങ്ങ് സ്പ്രെഡ് ആവുകയാണ്. കുടിച്ചിരിക്കുന്നത് വ്യാജ ചാരായമാണ്. ആ വ്യാജ ചാരായം കുടിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ലീക്ക് ആയതോടുകൂടി അടിയന്തരമായി സർക്കാർ ആ വിഷയത്തിൽ ഇടപെട്ടു. അന്ന് ശിവദാസ് മേനോനാണ് എക്സൈസ് വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രി നയനാരാണ്. മുഖ്യമന്ത്രിയും ശിവദാസ് മേനോനും ആ വിഷയത്തിൽ സജീവമായി ഇടപെട്ടതോടുകൂടി അനവധി പോലീസ് സംഘങ്ങൾ ആ മദ്യം വിറ്റ വീട്ടിലേക്ക് ഇരച്ചെത്തി. അത് ഹൈറുനിസ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ വീടാണ്. കല്ലുമാതക്കൽ താത്ത എന്നറിയപ്പെടുന്ന അവരെ മറ്റൊരു പേരിലും വിളിക്കാറുണ്ട്, കവർ താത്ത. പണ്ട് അവർ കവറിൽ മദ്യം വിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 91-96 UDF മന്ത്രിസഭ നിലവിലിരിക്കുമ്പോൾ ആദ്യം മുഖ്യമന്ത്രിയായിരുന്നത് കെ കരുണാകരനാണ്. കെ കരുണാകരന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയായത് AK ആന്റണിയാണ്. AK ആന്റണിയുടെ ആ മുഖ്യമന്ത്രി പദത്തിന്റെ അവസാനം ആന്റണി കേരളത്തിലെ ചാരായം നിരോധിച്ചിരുന്നു. അതുവരെ കേരളത്തിൽ ഇഷ്ടംപോലെ ചാരായ ഷാപ്പുകൾ ഉണ്ടായിരുന്നു. ആന്റണി ചാരായം നിരോധിച്ചപ്പോൾ കുടിയന്മാരെല്ലാവരും ചാരായത്തിൽ നിന്ന് കള്ളിലേക്ക് അവരുടെ മദ്യപാന സ്വഭാവം മാറ്റേണ്ടി വന്നു. ചാരായം കുടിച്ച് ശീലിച്ച ആളുകൾക്ക് കള്ള് മതിയാകില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. AK ആന്റണിക്കും അതറിയാമായിരുന്നിട്ടും AK ആന്റണി മദ്യം നിരോധിച്ചപ്പോൾ ചാരായ ഷാപ്പുകൾക്ക് പകരം കള്ള് ഷാപ്പുകൾ ലേലത്തിൽ പിടിച്ച ആളുകൾ കുടിയന്മാരെ നിലനിർത്താൻ വേണ്ടി കള്ളിൽ ചാരായം കലർത്തുകയോ അല്ലെങ്കിൽ കള്ളിന് പകരം ചാരായം വിൽക്കുകയോ ചെയ്തെന്നാണ് ഈ കഥയൊക്കെ ആരംഭിക്കുന്നത്. ഹൈർനിസയുടെ വീട്ടിൽ കള്ളച്ചാരായം വിൽക്കുന്നുണ്ടെന്നുള്ള കഥ നാട്ടുകാരൊക്കെ പറഞ്ഞ് എക്സൈസിനും പോലീസിനും അറിയാം. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും ഒക്കെ ഹൈർനിസയുടെ വീട്ടിൽ എത്താറുമുണ്ട്. ഹൈർനിസയുടെ വീട്ടിന്റെ ആ ഗേറ്റിന്റെ അടിഭാഗത്ത് ചില അടികളുണ്ട്. ഒരു നെറ്റ് അടിച്ചിട്ടുണ്ട്. ആ നെറ്റിന്റെ ഇപ്പുറത്ത് ആര് വന്ന് നിന്നാലും ആ കാൽപാദം അകത്ത് നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റും. പോലീസിന്റെ ആ ഷൂ കാണുമ്പോഴേ പുറത്തു നിൽക്കുന്ന പോലീസാണെന്ന് അറിയും. ആ ഗേറ്റ് തുറന്നാൽ മാത്രമേ ഏതൊരാൾക്കും അകത്തേക്ക് അടക്കാൻ പറ്റൂ. പോലീസാണ് പുറത്തു നിൽക്കുന്നതെന്ന് ബോധ്യമായാൽ അകത്തുള്ള സംവിധാനങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷമേ ഗേറ്റ് തുറക്കത്തുള്ളൂ. പുറത്തു നിൽക്കുന്ന ആളിനെ നോക്കാൻ പിന്നെയും ഒരു സംവിധാനം ആ ഗേറ്റിലുണ്ട്. അതൊരു കിളിവാതിലാണ്. അകത്തുനിന്ന് ആ കിളിവാതിൽ പതുക്കെ തുറക്കുമ്പോൾ പുറത്തേക്കുന്ന ആളെ കാണാം. ആ ആളെ കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അകത്തേക്ക് ആളുകളെ ഹൈർനിസയുടെ ആ ഗേറ്റ് സൂക്ഷിപ്പുകാരൻ കയറ്റി വിടത്തുള്ളൂ. അങ്ങനെയുള്ള ആ ഹൈർനിസയുടെ വീട്ടിൽ എക്സൈസും പോലീസും പരാതികൾ ലഭ്യമാകുമ്പോൾ അന്വേഷണത്തിന് വരാറുണ്ടായിരുന്നു. അവരവിടെ ചെല്ലുമ്പോൾ ആ വീട് പൂർണ്ണമായും വൃത്തിയായിരിക്കും. മദ്യത്തിന്റെ ഒരു അംശം പോലും അവിടെ ഉണ്ടാവില്ല. വ്യാജ പരാതിയാണ്
ഹൈർനിസയ്ക്കെതിരെ ആളുകൾ പറയുന്നതെന്ന് അങ്ങനെ പോലീസും എക്സൈസും വിധി എഴുതുകയും ചെയ്യും. അതേ സ്ഥലത്ത് അന്ന് വൈകുന്നേരം കുടിക്കാനായി ആളുകൾ വരികയും അവിടെ നിന്ന് കുടിക്കുകയും ചെയ്യും. ഈ കഥ നാട്ടിലെമ്പാടും പാട്ടാണ്. ആ പാട്ട് നിലനിൽക്കുമ്പോഴാണ് അവിടെ ആ വീട്ടിൽ നിന്ന് മദ്യപിച്ച ആളുകൾക്ക് ബോധക്ഷയം ഉണ്ടാകുന്നതും ഛർദ്ദിക്കുന്നതും അവസാനം അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതും അവരൊക്കെ മരണപ്പെടുന്നതും. 21 ഉച്ചയായപ്പോൾ തന്നെ 19ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഒരു വൻ സെൻസേഷനായി കേരളം മുഴുവൻ അലയടിക്കുകയാണ്. നയനാർ സർക്കാർ വ്യാജ ചാരായം നിയന്ത്രിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സർക്കാർ സിബി മാത്യൂസിനെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. സിബി മാത്യൂസ് തിരുവനന്തപുരത്ത് അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ ഹൈർനിസയെ അന്വേഷിച്ച് അവിടെ ആ വീട്ടിൽ പോലീസ് എത്തി. അവിടെ എത്തുമ്പോൾ ഹൈർനിസയും ഇല്ല, ഹൈർനിസയുടെ ഭർത്താവ് രാജനുമില്ല. അവർ രണ്ടുപേരും ഒളിവിൽ പോയിരിക്കുകയാണ്. ആ വീട് മുഴുവൻ അരിച്ചു പറക്കിയ പോലീസിന് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്നാണ് സത്യം. അവിടെ ഒരു മദ്യക്കച്ചവടം നടന്നിരുന്നുവെന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ മദ്യക്കച്ചവടം നടക്കുന്ന സ്ഥലത്ത് കന്നാസൊക്കെ ഉണ്ടാവും. കന്നാസ് പോലും അവിടെ ഇല്ല. ഹൈർനിസ സാധാരണഗതിയിൽ ആ കന്നാസുകൾ കഴുകി വൃത്തിയാക്കി റോഡിൽ ഉപേക്ഷിക്കുകയോ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയോ ചെയ്യും. ഒരു കാരണവശാലും താൻ പിടിക്കപ്പെടരുതെന്ന് ഹൈർനിസയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. വളരെ പെട്ടെന്നാണ് ഹൈർനിസ വ്യാജ ചാരായം വിറ്റ് വൻ കോടീശ്വരിയായി മാറിയത്. അനവധി വാഹനങ്ങൾ ഹൈർനിസയ്ക്കുണ്ട്. ഹൈർനിസയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുമുണ്ട്. ആ ആളുകളെയൊക്കെ പോലീസ് തിരക്കി തുടങ്ങി. അപ്പോഴാണ് അവിടെ സ്ഥിരമായി മദ്യമുണ്ടാക്കി കഴിയുമ്പോൾ കഴിച്ചു നോക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നത്. തങ്കു എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ത്രീ തലേദിവസം ഹൈർനിസയുടെ മദ്യം കഴിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ്. അവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കല്ലുവാതിക്കൽ ഒരു വല്ലാത്ത ചലനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ടെസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ത്രീ മരിച്ച സ്ഥിതിക്ക് അന്ന് മദ്യം കഴിച്ച മുഴുവൻ ആളുകളും മരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ വാർത്ത സ്പ്രെഡായതും തലേദിവസം മദ്യം കഴിച്ചിട്ടും പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന ആളുകൾക്ക് പോലും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടിത്തുടങ്ങി. മരിക്കുമെന്നുള്ള പേടി സകലർക്കും ഒരു വല്ലാത്ത ഭയം ഉണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് സകല ആളുകളും ഹോസ്പിറ്റലിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി. ഈ സമയത്താണ് തിരുവനന്തപുരത്ത് സിബി മാത്യൂസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം കല്ലുവാതിക്കലെത്തി. ഒരു വൻ പോലീസ് സംഘം തന്നെ ഇപ്പോ കല്ലുവാതിക്കൽ ഏരിയ മുഴുവൻ അരിച്ചു പറക്കുകയാണ്. ഹൈർനിസയും രാജനെയും കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ ആദ്യം തുടങ്ങിയത്. അതേ സമയത്ത് തന്നെ കാതലായ ചില ചോദ്യങ്ങളും അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. ഈ ഹൈർനിസയും രാജനും വിറ്റ വ്യാജമദ്യം എവിടെ നിന്ന് അവർക്ക് കിട്ടി? ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ടും എല്ലാവർക്കും അറിയാം. ഗവൺമെന്റിന്റെ ഉന്നത തട്ട് മുതൽ താഴെ തട്ട് വരെ എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും ചോദിക്കണം, ആരാ വിറ്റത്? എന്തായാലും ആ തമാശ കലർന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അധികം മുന്നോട്ട് പോയില്ല. അവിടെ ചാരായം വിൽക്കുന്നത് അല്ലെങ്കിൽ ചാരായം എന്ന രീതിയിൽ സ്പിരിറ്റ് ഇറക്കി കൊടുക്കുന്നത് ചിറയൻകീഴുകാരനായ ഒരു മണിച്ചനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായി പോലീസിന്റെ അന്വേഷണം ചിറയൻകീഴത്തെ മണിച്ചനിലേക്ക് എത്തി. മണിച്ചൻ ഈ സമയത്ത് തിരുവനന്തപുരം അടക്കി ഭരിക്കുന്ന ഒരു അബ്കാരി കോൺട്രാക്ടറായി മാറിയിരിക്കുകയാണ്. മണിച്ചൻ നേരത്തെ ചിറയൻകീഴ് ഹോസ്പിറ്റലിന് മുന്നിൽ പൊടിയിലിക്കഞ്ഞ് വിറ്റിരുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് മണിച്ചൻ വളർന്ന് വലുതായി ഒരു അബ്കാരി കോൺട്രാക്ടറായത്. മണിച്ചൻ ഈ കള്ളഷാപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന സമയത്താണ് ആന്റണി സർക്കാർ ചാരായം നിരോധിക്കുന്നത്. ചാരായം നിരോധിക്കപ്പെട്ടതും സ്വാഭാവികമായിട്ടും കള്ളിഷാപ്പുകൾ ലേലത്തിൽ പിടിക്കാൻ വലിയൊരു ഉത്സാഹമുണ്ടായി. ചിറയൻകീഴ് റേഞ്ചും വർക്കല റേഞ്ചും വാമനൂരും റേഞ്ചൊക്കെ പിടിച്ച് മണിച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ടകശാല ചന്ദ്രൻ അടുത്തതായി ടാർഗറ്റ് ചെയ്തത് തിരുവനന്തപുരം റേഞ്ചാണ്. തിരുവനന്തപുരം റേഞ്ച് ആ കാലഘട്ടത്തിൽ അടക്കി ഭരിക്കുന്നത് രമേശൻ കണ്ട്രാക്കാണ്. രമേശൻ കണ്ട്രാക്കാണ് രാജാവ്. ആ രാജാവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മണിച്ചൻ ആ റേഞ്ച് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ ഭരണകക്ഷിയായ CPM-ന്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ ഒരുപാട് ശൈലിയിൽ മണിച്ചനെ സഹായിച്ചതും ആ റേഞ്ച് മണിച്ചന്റെ കയ്യിലായി. ഈ സംഭവം പശ്ചാത്തലമായിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ കല്ലുവാതക്കൽ മദ്യ ദുരന്തം ഉണ്ടാകുന്നത്. ഈ കഥയൊക്കെ പത്രങ്ങൾ സീരിയൽ പോലെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സകല ആളുകളുടെയും ശ്രദ്ധ ഇപ്പോ മണിച്ചനിലേക്കാണ്. മണിച്ചനെ അന്വേഷിച്ച് പോലീസ് മണിച്ചന്റെ വീട്ടിലെത്തുമ്പോൾ മണിച്ചനില്ല. മണിച്ചനുമായി ബന്ധപ്പെട്ട എല്ലാ ഷാപ്പുകളിലും പോലീസിന്റെ അന്വേഷണം എത്തിയെങ്കിലും അവിടെയൊന്നും മണിച്ചനില്ല. സ്വാഭാവികമായിട്ട് ആ ഷാപ്പുകളിൽ വിൽക്കുന്ന കള്ള് ചാരായമാണോ എന്ന് പരിശോധിക്കണമല്ലോ. ആ പരിശോധന പോലീസ് ആരംഭിക്കുമ്പോൾ ആ ഷാപ്പുകളിൽ ചാരായത്തിന്റെ സൂചന പോലുമില്ല. എല്ലാ ഷാപ്പിലും വിൽക്കുന്നത് കള്ള് തന്നെയാണ്. കള്ള ഷാപ്പ് ലേലത്തിൽ എടുത്തിരിക്കുന്ന മണിച്ചൻ അയാളുടെ ഷാപ്പ് വഴി കള്ള് മാത്രമേ വിൽക്കുന്നുള്ളൂ. പക്ഷെ മണിച്ചനെ കുറിച്ച് പറയുന്നതോ
കള്ളച്ചാരായം വിൽക്കുന്ന ആളെന്നാണ്. സ്വാഭാവികമായിട്ടും ആ വിഷയം കത്തി നിൽക്കുകയാണ്. പോലീസ് കണ്ണടക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആ സമയത്താണ് മണിച്ചന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ പോലീസിന് ഒരു ഡയറി കിട്ടിയത്. ആ ഡയറിയിൽ താൻ ആർക്കൊക്കെയാണ് പണം മാസം തോറും കൊടുക്കുന്നതെന്ന് മണിച്ചൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കും അവിടുത്തെ MLA-ക്കും ഉൾപ്പെടെ പണം കൊടുത്ത വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. ഭരണകക്ഷിയുടെ നെടും തൂണുകൾക്ക് പണം കൊടുത്ത് വ്യാജ ചാരായ വിൽപ്പന നടത്തിയിരുന്ന മണിച്ചനാണ് 19 വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാകാൻ ഇടയാക്കിയതെന്ന് ഒരു വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ആ വാർത്ത വളച്ചൊടിക്കപ്പെടുമ്പോൾ ആ മരണത്തിൽ CPM-ന് പങ്കുണ്ടെന്നുള്ള ശൈലിയിലായി അതിൻ്റെ റിഫ്ലക്ഷൻ. പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും നയനാരെയും ശിവദാസ് മേനോനെയും എൻറ്റയർ CPM-നെ ആക്രമിച്ചു തുടങ്ങി. ഗവൺമെന്റിന് നിൽക്കക്കള്ളിയില്ലാത്ത ശൈലിയിൽ അതിരൂക്ഷമായ ആക്രമണം എല്ലാ മേഖലയിൽ നിന്നും സർക്കാരിനെതിരെ ഉണ്ടാവുകയാണ്. വ്യാജ ചാരായം ഉണ്ടാക്കി വിൽക്കുന്ന ആളുമായി ഭരണകക്ഷിയുടെ തലപ്പത്തുള്ള ആളുകൾ എന്തിന് ബന്ധമുണ്ടാക്കി? ആ ബന്ധം വെറും ബന്ധമല്ല, നല്ല കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ബന്ധമാണ്. ഈ കൊടുക്കൽ വാങ്ങലുകളുടെ കഥ പറയുമ്പോൾ മണിച്ചന്റെ ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കണം. മണിച്ചൻ ചിറയൻകീഴത്തെ ശാർക്കര ക്ഷേത്രത്തിൽ എല്ലാ മാസവും മലയാളം 1-ന് ദേവിയെ തൊഴാനായി വരും. ദേവിയെ തൊഴാനായി വേറെയും ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരും. ആ ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുമ്പോൾ അന്നത്തെ അവിടുത്തെ പോറ്റി ക്ഷേത്രത്തിൽ പൂജിച്ച 1 രൂപയുടെ നാണയം ആളുകളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. അതൊരു വലിയ ഐശ്വര്യമായിട്ട് ആളുകൾ വാങ്ങുകയും ചെയ്യും. തിരിച്ച ആളുകൾ കൂടുതൽ പണം പോറ്റിയുടെ ആ തട്ടത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യും. അതൊരു ബിസിനസ് പോലെ ആ പോറ്റി വർക്കൗട്ട് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പുള്ളി തുടങ്ങി വെച്ചത് വിഷുവിനാണ്. പിന്നീട് അത് എല്ലാ മലയാള മാസം 1-ാം തീയതിയും ആവർത്തിച്ചത് മാത്രം. ഇതേ മലയാളം 1-നാണ് മണിച്ചൻ അവിടെ തൊഴാൻ വരുന്നത്. മണിച്ചൻ തൊഴുതിട്ട് ക്ഷേത്രത്തിൽ പുറത്തിറങ്ങുമ്പോൾ ക്ഷേത്രത്തിനകത്തുള്ളതിനേക്കാൾ ആളുകൾ പുറത്തുണ്ടാവും. അവരങ്ങനെ വരിവരിയായി നിൽക്കും. വരിവരിയായി നിൽക്കുന്ന ആളുകളുടെ അടുത്തുകൂടി മണിച്ചൻ നടക്കുമ്പോൾ മണിച്ചന്റെ സമീപത്തുകൂടി നടക്കുന്ന ഒരാൾ ഒരു താലം ഇങ്ങനെ വെച്ചിരിക്കും. ആ താലത്തിൽ 100 രൂപയുടെ നോട്ടുകൾ കാണും. മണിച്ചൻ അതിൽ നിന്ന് ഓരോ നോട്ടുകൾ വീതം എടുത്തിട്ട് അവിടെ അങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. എല്ലാ മലയാള മാസം 1-ാം തീയതി അങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകൾ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ആ നോട്ട് ഇട്ടുകൊടുക്കുന്ന മണിച്ചൻ സ്വാഭാവികമായിട്ടും ചിറയൻകീഴ് ഒരു വലിയ സംഭവമായി വളർന്നിരിക്കുകയായിരുന്നു. മണിച്ചൻ അങ്ങനെ വളർന്നു വരുമ്പോൾ വാമനപുരം നദി അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മണിച്ചൻ വളരുന്നതിന് മുന്നുള്ള വാമനപുരം നദിയും മണിച്ചൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഉള്ള വാമനപുരം നദിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഡെഡ് ബോഡികൾ ആ നദിയെ കൂടി ഇങ്ങനെ ഒഴുകിപ്പോയി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ആ ഒഴുകിപ്പോയ ഡെഡ് ബോഡി ആരുടേതാണെന്നോ എങ്ങനെയാണ് ഡെഡ് ബോഡിയായി ആ വ്യക്തി മാറിയെന്നോ ആർക്കും അറിയത്തില്ല. എന്തായാലും വാമനപുരം നദിയെ കൂടി ഡെഡ് ബോഡികൾ ഒഴുകുന്നതും കരയ്ക്ക് അടിയുന്നതും അല്ലെങ്കിൽ കടലിൽ ചെന്ന് വീഴുന്നതൊക്കെ ഒരു കഥ തന്നെയാണ്. ഈ കഥകളൊക്കെ ചിറയൻകീഴ് അങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ വ്യാജ മദ്യ ദുരന്തം കല്ലുവാതക്കൽ ഉണ്ടാകുന്നത്. മണിച്ചന് അനുകൂലമായി സംസാരിക്കുന്ന ആളുകളും മണിച്ചന് എതിരായി സംസാരിക്കുന്ന ആളുകളും ഒക്കെ ഒരുപാടുണ്ട്. പോലീസും എക്സൈസും ഒക്കെ മണിച്ചന്റെ ആ വ്യാജമദ്യം പിടികൂടാനായി പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്ന ആ സമയത്ത് വൻതോതിൽ റൂട്ട് ക്ലിയറിംഗ് മെക്കാനിസം അന്ന് മണിച്ചനുണ്ട്. അങ്ങ് ദൂരെ നിന്ന് എക്സൈസിന്റെ ജീപ്പ് വരുമ്പോൾ തന്നെ ആ വിവരം അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അന്ന് മണിച്ചനുണ്ടായിരുന്നു. അങ്ങനെ ആ സംവിധാനങ്ങൾ നിലനിർത്താനായി മണിച്ചൻ ഓരോ പോയിന്റിലും ഒരുപാട് രൂപ മുടക്കുമായിരുന്നു. ഇഷ്ടംപോലെ വാഹനങ്ങളാണ് അന്ന് മണിച്ചന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഈ കഥകളൊക്കെ പത്രങ്ങൾ ഇങ്ങനെ സീരിയൽ പോലെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് മണിച്ചന്റെ വീട് അരിച്ചു പറക്കി. അവിടെ നിന്ന് പോലീസിന് കിട്ടാത്തത് ഒന്ന് മാത്രമാണ്, അത് വ്യാജമദ്യം. കള്ളുഷാപ്പുകളിൽ നിന്നും വ്യാജമദ്യം കിട്ടിയില്ല, വീട്ടിൽ നിന്നും വ്യാജമദ്യം കിട്ടിയില്ല. ഈ വ്യാജമദ്യവും മണിച്ചനും തമ്മിൽ കണക്ട് ചെയ്താലേ മണിച്ചനെയും കല്ലുപാതക്കിലെ ആ ദുരന്തവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. സിബി മാത്യൂസും സംഘവും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. സർക്കാരിന് മുകളിൽ അതിശക്തമായ പ്രഷറുമുണ്ട്. CPM-മായി അടുത്ത ബന്ധമുള്ള ആളാണ് മണിച്ചനെന്ന് പത്രങ്ങൾ വെറുതെ ആരോപിക്കുന്നതല്ല. ചിറയൻകീഴ് നടന്ന ചില സമ്മേളനങ്ങളിൽ അന്നത്തെ CPM MLA-ക്കൊപ്പം സ്റ്റേജിൽ മണിച്ചൻ നിൽക്കുന്ന ഫോട്ടോകൾ വരെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഫോട്ടോകളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തേക്കും പൊങ്ങി വരികയാണ്. മണിച്ചൻ CPM നേതാവാണെന്ന് വരെ ആരോപണങ്ങൾ അങ്ങനെ ഉണ്ടായി വരികയാണ്. CPM-ന്റെ ലോക്കൽ നേതാവാണ് മണിച്ചൻ എന്നുള്ള കഥകൾ ഇറങ്ങുമ്പോൾ സർക്കാർ ശരിക്കും മുൾമുനയിലായി. സർക്കാരിന്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സിബി മാത്യൂസിലും അതിനനുസരിച്ച് പ്രഷർ വരികയാണ്.
ഇതിനിടയിൽ ഹൈർനുസയും രാജനും പോലീസിന്റെ പിടിയിലായി. അവരെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഹൈർനുസ അവൾക്ക് സ്പിരിറ്റ് നൽകുന്നത് മണിച്ചനാണെന്നുള്ള കാര്യം പോലീസിനോട് അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ പോലീസിന്റെയോ എക്സൈസിന്റെയോ ചോദ്യം ചെയ്യലുകൾക്ക് അത്തരത്തിലുള്ളൊരു മറുപടി ഹൈർനുസ കൊടുക്കുന്നതല്ല. പക്ഷെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് വിലപ്പെട്ട 19 ജീവനുകളാണ്. 19 പേരുടെയും മരണത്തിന് താൻ ഉത്തരവാദിയാകും എന്ന് അറിയാവുന്ന ഹൈർനുസ അവളുടെ നിസ്സഹായ അവസ്ഥ പോലീസിനോട് പറഞ്ഞതാണ്. അവളുടെ കസ്റ്റമേഴ്സാണ് അവിടെ വന്ന് മദ്യപിക്കുന്ന ആളുകൾ. കസ്റ്റമേഴ്സിനെ കൊന്ന് ഒരാളും കച്ചവടം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കത്തില്ല. കസ്റ്റമേഴ്സിന്റെ നിലനിൽപ്പ്, അവരുടെ സന്തോഷം, അതൊക്കെയാണ് ഏതൊരു കച്ചവടത്തിന്റെയും കരുത്തെന്ന് പറയുന്നത്. ഹൈർനുസയും ആ കരുത്ത് അറിയുന്ന ആളാണ്. കസ്റ്റമേഴ്സിന് മദ്യം കൊടുക്കുന്നതിന് മുന്നേ അതുകൊണ്ടാണ് ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു കുഴപ്പവും മദ്യത്തിന് ഇല്ല എന്ന് എല്ലായ്പ്പോഴും വിലയിരുത്തുന്ന ഒരു രീതി ഹൈർനുസയ്ക്കുണ്ട്. ഹൈർനുസയുടെ ആ ടെസ്റ്റർ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയാണ് ആ മദ്യം എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. കസ്റ്റമേഴ്സിന് മെച്ചപ്പെട്ട മദ്യം കൊടുക്കണമെന്നുള്ളത് ഹൈർനുസയുടെ വ്യക്തിപരമായ തീരുമാനം കൂടിയാണ്. അതുകൊണ്ടാണ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം ഈ കസ്റ്റമേഴ്സിന് മദ്യം കൊടുക്കുന്നത്. ഒരു സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ പോലെ അവൾക്ക് കന്നാസിൽ ആ സ്പിരിറ്റ് കിട്ടി. സ്പിരിറ്റിൽ ചേർക്കേണ്ട അളവിൽ വെള്ളം ചേർത്തു. അതിനുശേഷം ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൾ റെഗുലറായി ചേർക്കും, അതൊക്കെ ചേർത്തു ടെസ്റ്റ് നടത്തി കുടിയന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന പ്രക്രിയയാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതിൽ ഒരു കന്നാസ് സ്പിരിറ്റ് ലഭിക്കുന്നത് 800 രൂപയ്ക്കാണ്. ഹൈർനുസയ്ക്ക് അതിനേക്കാൾ വില കുറച്ച് മണിച്ച് കൊടുക്കും. ഈ 800 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു കന്നാസ് സ്പിരിറ്റിനെ വെള്ളം ചേർത്ത് 4000 രൂപയ്ക്കാണ് സാധാരണ കച്ചവടക്കാർ വിൽക്കുക. 4000 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുമ്പോൾ 5 മടങ്ങ് പ്രോഫിറ്റ് ആണ്. എന്തുകൊണ്ടാണ് ആ വ്യാജചാരായം ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ അതാണ് അതിന്റെ കാരണം. സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇഷ്ടംപോലെ ഫാക്ടറികൾ കേരളത്തിന് പുറത്തുണ്ട്. ആ ഫാക്ടറിയിൽ നിന്ന് ചെക്ക് പോസ്റ്റുകൾ കടന്ന് സ്പിരിറ്റ് വരും, അല്ലെങ്കിൽ സ്പിരിറ്റ് വരുത്തും. ആ സ്പിരിറ്റ് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്താൽ റെഡി ക്യാഷ് ലഭിക്കും. അവർക്ക് റെഡി ക്യാഷ് കൊടുത്ത് എടുക്കാൻ പറ്റും. കാരണം വിറ്റാൽ ലഭിക്കുന്നത് 5 മടങ്ങ് കാശാണ്. 2-3 കന്നാസൊക്കെ ഒരു ദിവസം വിറ്റാൽ സ്വാഭാവികമായിട്ട് ലാഭം 10,000 ആവും. കുടിയന്മാർക്ക് നല്ല കിക്ക് കിട്ടുന്ന ആ ചാരായം കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അവരെ തേടി വരികയും ചെയ്യും. ഹൈർനുസയെ തേടി കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരുന്നതും കൃത്യമായി കിക്ക് കിട്ടുന്ന ചാരായം റെഗുലറായി കൊടുക്കുന്നുണ്ടാണ്. ആ റെഗുലർ ചാരായം കൊടുക്കാൻ ഹൈർനുസയെ സഹായിച്ചത് മണിച്ചൻ ഇറക്കി കൊടുക്കുന്ന ആ സ്പിരിറ്റാണ്. അപ്പോൾ കേസ് അന്വേഷിക്കുന്ന സിബി മാത്യൂസിനും സംഘത്തിനും ആ കാര്യം വ്യക്തമായി. ഹൈർനുസയെ അല്ല അവിടെ കുറ്റം ചെയ്തിരിക്കുന്നത്. ഹൈർനുസയ്ക്ക് കിട്ടിയിരിക്കുന്ന സ്പിരിറ്റ് നൽകിയ വ്യക്തിയാണ് കുറ്റക്കാരൻ. ആ സ്പിരിറ്റ് നൽകിയിരിക്കുന്നതോ സാക്ഷാൽ മണിച്ചനാണ്. മണിച്ചനെയാണെങ്കിൽ കിട്ടുന്നുമില്ല. ഹൈർനുസയെ അറസ്റ്റ് ചെയ്ത്, ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് അവരെ സിൽബന്ദികളെയൊക്കെ പോക്കി പോലീസ് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴും മണിച്ചൻ ഒളിവിലാണ്. പോലീസിന് മുകളിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രഷറും അതുപോലെ മാധ്യമങ്ങളുടെ പ്രഷറും ഒക്കെ കൂടിക്കൂടി വരികയാണ്. അതിന്റെ കാരണം 19 എന്നുള്ള മരണം 31 വളർന്നതാണ്. ഏകദേശം 150ഓളം ആളുകളുടെ കണ്ണിന്റെ കാഴ്ച പോവുകയും ചെയ്തു. 500-ലധികം ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഏരിയ ഏതാണ്ട് പൂർണ്ണമായും ആ ദുരന്തത്തിന്റെ ഇരകളായി എന്നതാണ് സത്യം. അത് ചില്ലറ പ്രഷറൊന്നുമല്ല സർക്കാരിൽ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ തിരക്കി തലങ്ങും വിലങ്ങും വല വിരിച്ച സിബി മാത്യൂസിനും സംഘത്തിനും അവസാനം മനുഷ്യനെ കിട്ടി. മണിച്ചനെ ഒളിവിടത്തുനിന്ന് പിടികൂടിയ ആ സംഘം മണിച്ചനെ തെളിവെടുപ്പിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി ആദ്യം അവർ ചെയ്തത് മണിച്ചന്റെ വീട്ടിനകത്ത് തന്നെ പരിശോധന നടത്തുക എന്നുള്ളതാണ്. മണിച്ചന്റെ വീട്ടിനകത്ത് സ്പിരിറ്റ് ഉണ്ട് എന്നുള്ള ഒരു കഥ പോലീസിന് അറിയാം. പക്ഷെ പോലീസ് നേരത്തെ വിശദമായി പരിശോധിച്ചിട്ടും അതിനകത്തൊന്നും സ്പിരിറ്റ് കിട്ടിയില്ല. മണിച്ചന്റെ സാന്നിധ്യത്തിൽ പോലീസ് ആ വീട് ഏതാണ്ട് ഇടിച്ചു പൊളിക്കുകയാണ്. ബെഡ്റൂമിന്റെ അടിയിൽ നിന്ന്, ഹാളിന്റെ അടിയിൽ നിന്നൊക്കെ നിലവറകൾക്കുള്ളിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ഈ സംഭവങ്ങളൊക്കെ ചാനലുകൾ ഒപ്പിയെടുത്ത് അതുപോലെ തന്നെ TV കാണിച്ചു പോകും. അത് കേരളത്തെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമായി മാറി. നമ്മുടെ വീടിന്റെയൊക്കെ മുകളിൽ വെക്കുന്ന വലിയ സിൻഡെക്സ് ടാങ്കുകൾ 3 എണ്ണമൊക്കെയാണ് ഒരു മുറിക്കുള്ളിൽ പരസ്പരം കണക്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ വീടിന് പുറത്തുള്ള ഒരു ടാപ്പ് വഴി ഇഷ്ടംപോലെ സ്പിരിറ്റ് എടുക്കാൻ പറ്റുമെന്ന് അർത്ഥം. വളരെ ശാസ്ത്രീയമായിട്ടാണ് ആ ടാങ്കുകൾക്കുള്ളിലേക്ക് പോലും സ്പിരിറ്റ് മനുഷ്യരെ എത്തിക്കുന്നത്. അതേ സ്പിരിറ്റിനെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും അതിനൂതനമായ ഒരു സപ്ലൈ മെക്കാനിസം തന്നെ അവിടെ ആ വീടുമായി കണക്ട് ചെയ്തുകൊണ്ട് പല സ്ഥലത്തും മനുഷ്യൻ ആ ശൈലിയിലാണ് ടാങ്കുകൾ അറേഞ്ച് ചെയ്തിരുന്നത്.
ഒരു സ്ഥലത്ത് മാത്രമല്ല സ്പിരിറ്റ് സൂക്ഷിക്കുന്നതെന്ന് അർത്ഥം. സ്വാഭാവികമായിട്ടും മണിച്ചനോട് ആ കാതലായ ചോദ്യം പോലീസ് ചോദിച്ചു, എവിടെ നിന്നാണ് മണിച്ചന് ആ സ്പിരിറ്റ് കിട്ടിയത്? മണിച്ചൻ എന്തായാലും സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ലല്ലോ, മണിച്ചൻ വാറ്റുന്നുമില്ല. സ്പിരിറ്റ് മണിച്ചൻ എവിടെ നിന്ന് കിട്ടി? ആ ചോദ്യവുമായി ബന്ധിപ്പിച്ച് അന്വേഷണം തുടങ്ങിയ സിബി മാത്യൂസ് ആ അന്വേഷണം ഏകദേശം കരുനാഗപ്പള്ളി എത്തിയപ്പോൾ പതുക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കരുനാഗപ്പള്ളിക്ക് പുറത്തേക്ക് ആ അന്വേഷണത്തെ കൊണ്ടുപോകാൻ സിബി മാത്യൂസിന് അനുവാദമില്ല എന്ന ശൈലിയിലേക്ക് പത്രങ്ങളിൽ ന്യൂസ് വന്നു തുടങ്ങി. ഏതോ മണിച്ചന് ആ സ്പിരിറ്റ് സപ്ലൈ ചെയ്യുന്ന ആളെ തൊടണ്ട എന്നുള്ള ഒരു നിർദ്ദേശം മിനിസ്റ്റർ തലത്തിൽ നിന്ന് താഴേക്ക് കിട്ടിയെന്നുള്ള ശൈലിയിലാണ് വാർത്തകൾ പരക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയാവുകയാണ്. ഈ ചർച്ച നടക്കുമ്പോഴത്തേക്ക് പത്രങ്ങൾ പല കാര്യങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ രസകരമായ ചില റിപ്പോർട്ടുകൾ വന്നു. എല്ലാ സർക്കിൾ ഓഫീസുകളിലെയും സ്റ്റാഫുകൾക്ക് ദിവസവും 4000 രൂപ വീതം പടി കൊടുക്കുന്ന ഒരു പരിപാടി കൂടി മണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആ വാർത്ത. ഒരു സർക്കിൾ ഓഫീസിൽ അനവധി ഉദ്യോഗസ്ഥരെ കാണുമല്ലോ, സർക്കിൾ ഇൻസ്പെക്ടർ താഴോട്ട് ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ദിവസവും 4000 രൂപ പടി കൊടുക്കാനുള്ള കപ്പാസിറ്റി മണിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഒരു സെൻസേഷണൽ വാർത്തയായി മാറുകയാണ്. അപ്പോഴാണ് അടുത്ത വാർത്ത വരുന്നത്, അവിടുത്തെ MLAക്ക് ദിവസവും 1 ലക്ഷം രൂപ മണിച്ചൻ പടി കൊടുക്കുന്നു എന്നുള്ളതാണ് കഥ. MLA അന്ന് ആനത്തലവട്ടം ആനന്ദനാണ്. ആനത്തലവട്ടം ആനന്ദനെ നിർത്തി പൊരിക്കാൻ പ്രതിപക്ഷത്തിന് അതൊരു വല്ലാത്ത ആയുധമായി മാറി. 2000 ദിവസവും 1 ലക്ഷം രൂപ മണിച്ചിൽ നിന്ന് പടി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാൽക്കുലേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ എമൗണ്ടിന്റെ ഒരു വ്യാപ്തി. ഒരു ഹ്യൂജ് എമൗണ്ടാണ് ദിവസവും ആനത്തലവട്ട ആനന്ദത്തിലേക്ക് വരുന്നതെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ആരോപണങ്ങൾ ഇങ്ങനെ ഒരുപാട് വരികയാണ്. ഈ കേസ് പോലീസ് കംപ്ലീറ്റ് ചെയ്തു. അനവധി ചാർജ് ഷീറ്റുകൾ തയ്യാറാക്കി അതിവേഗതയിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും കോടതിയിൽ വിചാരണ നടന്നപ്പോൾ തെളിവുകൾ എന്ന് പറയുന്ന പ്രക്രിയ തീരെ ഇല്ലാതായി. തെളിവുകൾ ഇല്ല എന്ന് തന്നെ പറയാം. മണിച്ചന് അനധികൃതമായി സ്പിരിറ്റ് കേരളത്തിൽ എത്തിക്കുന്നു, ആരോപണം നമ്പർ 1. ആ സ്പിരിറ്റ് മണിച്ചന്റെ വീട്ടിൽ സൂക്ഷിക്കുന്നു, അതിന് തെളിവുണ്ട്. പക്ഷെ ആ സ്പിരിറ്റ് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചതിന്റെ തെളിവ് ശേഖരിക്കാനാണ് പോലീസ് അങ്ങോട്ട് പറ്റാത്തത്. ഒരാളും മണിച്ചന്റെ കയ്യിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങിച്ചതായി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഹൈർനോസിയാണ് ആകെ മണിച്ചനെതിരെ പറഞ്ഞ കക്ഷി. മണിച്ചനാണ് സപ്ലൈ ചെയ്തതെന്ന് കൃത്യമായിട്ട് ഹൈർനോസ് പറയുന്നുണ്ട്. പക്ഷെ ആ സ്ഥലത്തൊരു വിഷയമുണ്ട്. ഹൈർനോസിയുമായി കണക്ട് ചെയ്ത് ആ മദ്യപിച്ച ആളുകൾ കഴിച്ച മദ്യത്തെ സ്വാഭാവികമായിട്ടും രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയല്ലോ, ആന്തരിക അവയവങ്ങളുടെ ടെസ്റ്റ് വഴി അതിനകത്ത് മെത്തനോളിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ മണിച്ചന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ആ മദ്യത്തിനകത്ത് അല്ലെങ്കിൽ ആ സ്പിരിറ്റിനകത്ത് മെത്തനോൾ ഇല്ല. അതൊരു അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. മണിച്ചന്റെ ഗോഡൌണുകളിൽ നിന്ന് പിടിച്ച ഒരു ടാങ്കിനകത്തും മെത്തനോൾ ഇല്ല. എന്നാൽ അതേ സമയത്ത് കല്ലുവാതക്കൽ മദ്യം കഴിച്ച് മരിച്ച ആളുകളൊക്കെ മെത്തനോൾ കലർന്ന വ്യാജ മദ്യം കഴിച്ചാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ മണിച്ചന്റെ വീട്ടിൽ നിന്ന് ടാങ്കിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ആ ടാങ്കിനകത്തുള്ളത് സ്പിരിറ്റ് തന്നെയാണ്. പക്ഷെ ആ സ്പിരിറ്റ് ഹയർനെസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിയപ്പോഴാണ് ഈ പറഞ്ഞ കണ്ടാമിനേഷൻ നടന്നിരിക്കുന്നത്. ആരാണ് ഇതിനിടയിൽ നിന്ന് അതിനകത്ത് മെത്തനോൾ കലർത്തിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് അന്വേഷണ സംഘം എന്തുകൊണ്ടോ അന്വേഷിച്ചു പോയില്ല. നേരത്തെ ഞാനൊരു കഥ പറഞ്ഞു. തിരുവനന്തപുരം റേഞ്ച് പിടിക്കുമ്പോൾ ഒരു രാജാവിനെ അടിമുതൽ കട പുഴുകിയിട്ടാണ് അവിടെ മണിച്ചൻ ആ റേഞ്ച് പിടിച്ചതെന്നും. രാജാവ് സാക്ഷാൽ രമേശൻ കണ്ട്രാക്കാണ്. രമേശൻ കണ്ട്രാക്ക് എത്രയോ കാലങ്ങളായി അടക്കി ഭരിച്ചിരുന്ന സ്ഥലമാണ് ശരിക്കും മണിച്ചൻ പിടിച്ചെടുക്കുന്നത്. അത് CPM-ന്റെ വൻതോതിലുള്ള സപ്പോർട്ട് മെക്കാനിസം ഉണ്ടായിരുന്നു. അതാണോ മണിച്ചന്റെ ഗോഡൌണിൽ നിന്ന് ഹൈർനസിയുടെ ആ ചാര ഷാപ്പിലേക്ക് പോയ ആ സ്പിരിറ്റ് മെത്തനോൾ കലർന്ന സ്പിരിറ്റ് ആകാനുള്ള കാരണം? അങ്ങനെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അന്വേഷണം രമേശൻ കണ്ട്രാക്കിലേക്കും അനുബന്ധ സംവിധാനങ്ങളിലേക്കും നീങ്ങും. പക്ഷെ എന്തുകൊണ്ടോ ആ ഭാഗത്തേക്ക് അന്വേഷണം പോയില്ല. അതുപോലെ തന്നെ സിബി മാത്യൂസ് സംഘവും ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഇട്ടുകൊണ്ടാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. മെത്തനോൾ കലർന്ന മദ്യം എങ്ങനെയാണ് ആ സ്പോട്ടിൽ എത്തിയെന്നുള്ള കാര്യം തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് പറ്റിയതേയില്ല. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്ന സ്പിരിറ്റ് മണിച്ചന്റെ കയ്യിൽ എത്തിയ റൂട്ട്, ആ സ്പിരിറ്റ് ഏത് ഫാക്ടറി ഉത്പാദിപ്പിച്ചു, ആരാണ് മണിച്ചത് സപ്ലൈ ചെയ്തത്, ഏത് വാഹനത്തിലാണ് വന്നത് തുടങ്ങിയ ഒരു കാര്യങ്ങളും അവിടെ കൊണ്ടുവന്നില്ല. അതിലേറെ രസം ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് വാഹനങ്ങൾ മണിച്ചനുമായി കണക്ട് ചെയ്ത് പോലീസിന്റെ FIR-നകത്തുണ്ടായിരുന്നു. ആ വാഹനങ്ങളൊക്കെ തെളിവുകളാണ്, തൊണ്ടികളാണ്. ഈ തൊണ്ടികൾ പരിശോധനയ്ക്ക് വന്നപ്പോഴാണ് അതീവ രസകരമായ കേസ്. പോലീസ് തന്നെ മനഃപൂർവ്വം മണിച്ചന് അനുകൂലമായാണ് അതെല്ലാം എഴുതിയിരിക്കുന്നത്. രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാഹനവും മണിച്ചനുമായി ഒരു ബന്ധവുമില്ല. അഥവാ കല്ലുവാതക്കൽ മദ്യദുരന്തത്തിൽ ഉപയോഗിച്ച വാഹനത്തെ രേഖപ്പെടുത്തുമ്പോൾ ആ വാഹനം ആ ദിവസം അവിടെ എത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന സ്ഥലത്തുള്ള ഒരു വാഹനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് അതിസമർത്ഥമായി ആ FIR-കളിൽ വേണ്ടത്ര ശുഷ്കാന്തി പുലർത്തിയെന്നാണ് സത്യം. അതിന്റെ ഫലമായി ഒരു കേസിലും മണിച്ചൻ ശിക്ഷിക്കപ്പെടില്ല എന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് സിബി മാത്യൂസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവുമായി ഒരു കേസ് മുറുകുന്നത്.
അതിന്റെ ഫലമായിട്ടാണ് മണിച്ചൻ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നീടാണ് വിചാരണ കോടതി മണിച്ചൻ മറ്റു കേസിൽ ഒന്ന് ബലമായി പിടിക്കുന്നത്. ശരിക്കും കൃത്യമായി അന്വേഷിച്ചാൽ കല്ലുവാതക്കൽ 31 പേരുടെ മദ്യ ദുരന്തത്തിന് ഇടയാക്കിയ ആ വ്യാജ മദ്യ ദുരന്തത്തിന് സപ്ലൈ ചെയ്ത ആ സ്പിരിറ്റിനകത്ത് മെത്തനോൾ എങ്ങനെ കലർന്നു എന്നുള്ള കാര്യം കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കാണാം. ആ മെത്തനോൾ കലർന്ന മദ്യവും ഇവിടെ മണിച്ചന്റെ ഗോഡൌണിൽ കണ്ട മദ്യവും ഒന്നാണെന്ന് തെളിയിക്കാനും കോടതിയിൽ പ്രോസിക്യൂഷന് പറ്റിയില്ല എന്നതാണ് സത്യം. പക്ഷേ ഒരുപാട് ആളുകൾ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോർട്ട് ആ മരണപ്പെട്ട ആളുകളുടെ വികാരത്തെ മാനിക്കണമല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. മണിച്ചൻ സപ്ലൈ ചെയ്ത സ്പിരിറ്റ് തന്നെയാണ് ഹൈർനിസ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈർനിസ ആ കാര്യം പറയുകയും ചെയ്തു. പക്ഷെ ഹൈർനിസ തലേദിവസവും ഒക്കെ പ്രിപ്പയർ ചെയ്ത അതേ ശൈലിയിലാണ് അവിടെ മദ്യം തയ്യാറാക്കിയത്. ആ മദ്യം തയ്യാറാക്കിയ സമയത്ത് അവിടെ മാത്രം ആ മെത്തനോൾ കലർന്നതാണോ? ആ ചോദ്യവും പോലീസ് അന്വേഷിക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ പോലീസ് അവിടെയും അന്വേഷിച്ചില്ല. അവിടെയാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പിരിറ്റ് അനധികൃതമായി കേരളത്തിലേക്ക് കടത്തി സപ്ലൈ ചെയ്തു എന്ന ഒറ്റ കുറ്റം മാത്രമേ മണിച്ചനിലേക്ക് വരൂ. മണിച്ചന്റെ മുകളിൽ ആ 31 മരണത്തിന്റെ പ്രശ്നം വരത്തില്ല. അത് വന്നാൽ മാത്രമേ ഈ കേസ് ബലപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാകാം ആ കല്ലുവാതക്കൽ ഹൈർനിസയുടെ വീട്ടിൽ വെച്ച് അവർ പോലും അറിയാതെ ആരെങ്കിലും മെത്തനോൾ കലർത്തിയതാണോ എന്നുള്ള അന്വേഷണത്തിൽ പോലീസ് വേണ്ടത് സഹകരിക്കാത്തത്, അല്ലെങ്കിൽ ആ ഭാഗം അന്വേഷിക്കാത്തത്. ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസാണ് ഈ കല്ലുവാതക്കൽ വ്യാജ മദ്യ കേസ്. മണിച്ചൻ എന്ന വ്യക്തിയുടെ അമ്പരപ്പിക്കുന്ന വളർച്ച ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ആ സമയത്ത് മണിച്ചനോട് എതിർപ്പുള്ള ആളുകളൊക്കെ ശവമായി വാമനൂർ നദിക്കൂടെ ഒഴി നടക്കുന്നൊക്കെയുള്ള കഥകളുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ചോദിച്ചാൽ ആരും കൂടുതലൊന്നും പറയത്തില്ല. പക്ഷേ ആളുകളെ കാണാതെ പോകാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും പലരും പറയാറുണ്ട്. ആരെ കാണാതെ പോയി? ആ ആൾക്ക് മണിച്ചനുമായി എന്ത് ബന്ധം? ആ ആളും മണിച്ചനും തമ്മിൽ എങ്ങനെ ഉടക്കി? അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് പോലീസിന് അന്വേഷണം പോയി ചോദിച്ചാൽ അതുമില്ല. എല്ലാം കഥകളാണ്. ഒരുപാട് കഥകൾ മണിച്ചന് ചുറ്റും ഉണ്ടായി വന്നപ്പോൾ വലിയൊരു ദുരൂഹതയുടെ പര്യായമായി മണിച്ചൻ മാറി എന്നതാണ് സത്യം. വിചാരണ നടപടികൾക്ക് ശേഷം ശിക്ഷകൾ വിധിക്കപ്പെട്ടു. ജീവപര്യന്തം തടവാണ് എല്ലാവർക്കും വിധിച്ചത്. ഈ തടവ് കാലത്ത് തന്നെയാണ് ഹൈർനിസ മരണപ്പെടുന്നത്. ജയിലിൽ വെച്ച് തന്നെയാണ്. മണിച്ചനും സ്വാഭാവികമായിട്ട് ജീവപര്യന്തം തടവിലാണ്. സാധാരണ രീതിയിൽ 14 വർഷമൊക്കെ പൂർത്തീകരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഇളവൊക്കെ ലഭിക്കും. 14, 16, 18, 20 ആയിട്ടും മണിച്ചന് ഇളവ് കൊടുത്തില്ല. കാരണം കൊല്ലപ്പെട്ടിരിക്കുന്നത് 31 ആളുകളാണ്. 150-ലേറെ ആളുകളുടെ കണ്ണിന് കാഴ്ച നഷ്ടമാവുകയും ചെയ്തു. ഒരുപാട് ആളുകളുടെ ജീവിതം തകർത്തെറിഞ്ഞ വ്യാജമദ്യ ദുരന്തത്തിന്റെ കാരണക്കാരൻ മണിച്ചനെന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോടതിയിൽ ആ കാര്യങ്ങൾ വരുമ്പോൾ കോടതിയായാലും അവസാനം ജാമ്യം അനുവദിക്കുന്ന സംവിധാനങ്ങളാണെങ്കിലും മണിച്ചനെതിരായിട്ടാണ് എപ്പോഴും മൂവ് ചെയ്തിരുന്നത്. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ഇടതുപക്ഷ സർക്കാർ മണിച്ചനെ വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും പലരും എതിർപ്പുമായി മുന്നോട്ട് വന്നു. ആ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവസാനം സുപ്രീം കോടതി മണിച്ചനെ വിടുതൽ ചെയ്യാനുള്ള തീരുമാനമെടുത്തു. പക്ഷെ അപ്പോഴാണ് ജാമ്യസംഖ്യ എന്നുള്ള കടമ വന്നത്. ജാമ്യസംഖ്യ കെട്ടിവെക്കാനുള്ള പാങ്ങ് ആ സമയത്ത് മണിച്ചന് നഷ്ടമായി എന്നതാണ് സത്യം. മണിച്ചന്റെ എല്ലാ സ്വത്തുക്കളും സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. എല്ലാ തരത്തിലും മണിച്ചൻ ഒരു പരമദരിദ്രനായി മാറിയതിനു ശേഷമാണ് മണിച്ചന് സത്യത്തിൽ ജാമ്യം കിട്ടുന്നത്. മണിച്ചനുമായി ബന്ധപ്പെട്ട ആളുകളുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകളെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ചെറുകിടലെ സ്വാഭാവികമായിട്ടും ഞാനുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ വരാറുണ്ട്. എല്ലാവരും വലിയ സംഭവമൊന്നുമല്ല. ഒരു നക്ഷത്രം പോലെ ഉദിച്ചുയർന്ന മണിച്ചൻ അതേപോലെ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മണിച്ചനെ ആ ഭാഗത്തൊക്കെ കാണുമ്പോൾ ഒരു ദയനീയത നമുക്കെന്നെ ഫീൽ ചെയ്യും. ആ ശൈലിയിലേക്ക് മണിച്ചൻ വീണു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇപ്പോഴും എന്നെ അലട്ടുന്ന ഒരു ചോദ്യം ഇവിടെയുണ്ട്. ആ വ്യാജമദ്യ ദുരന്തത്തിന്റെ കാരണക്കാരൻ സത്യത്തിൽ ആരാണ്? സിബി മാത്യൂസ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഒരുപാട് നുണകൾ അതിനകത്തുണ്ട്. ആ സ്പിരിറ്റ് സപ്ലൈയുടെ തുടക്കം മുതൽ ഹൈർനിസയുടെ വീട്ടിൽ നിന്ന് ആളുകൾ കഴിക്കുന്നവരെയുള്ള ആ റൂട്ട് വ്യക്തമായി അന്വേഷിച്ച് എവിടെ വെച്ചാണ് ആ മെത്തനോൾ കലർന്നതെന്ന് കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിയേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ ശൈലിയിൽ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എവിടെയൊക്കെയോ ആരൊക്കെയോ രക്ഷിക്കാൻ ബോധപൂർവമായൊരു പരിശ്രമം, അല്ലെങ്കിൽ മണിച്ചൻ വരെ അന്വേഷണം മതി എന്നുള്ളൊരു തീരുമാനം, മണിച്ചനെ അങ്ങ് അവസാനിപ്പിച്ചുകള എന്നുള്ള തീരുമാനം എൻ്റെ ഇപ്പോഴുമുള്ള ഒരു കൺസെപ്റ്റ്. അത് എല്ലായ്പ്പോഴും ഉള്ള കൺസെപ്റ്റാണ്. എന്ത് ബിസിനസ്സിനും ഒരു ലോജിക് ഉണ്ട്. മണിച്ചന്റെ ബിസിനസ് മദ്യപിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ്. ആ മദ്യപിക്കുന്ന ആളുകൾ ആരോഗ്യത്തോടെ ജീവനോടെ ഇരുന്നാൽ മാത്രമേ അയാൾക്ക് നാളെയും മദ്യപിക്കാൻ പറ്റൂ. അവരെ കൊല്ലാൻ വേണ്ടി മദ്യത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ കലർത്താൻ ഒരു കാരണവശാലും മണിച്ചനാണെങ്കിലും ഹൈർനിസയാണെങ്കിലും ശ്രമിക്കത്തില്ല. അവരെന്നല്ല, ഒരു ആളും ശ്രമിക്കത്തില്ല. ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്ന ചില കോമ്പിനേഷൻസ് കുഴപ്പത്തിൽപ്പെട്ട് വ്യാജമദ്യ ദുരന്തമൊക്കെ ഉണ്ടാകാറുണ്ട്.
ആ ശൈലിയിൽ വ്യാജമദ്യ ദുരന്തം ഉണ്ടായാൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ ഇവിടെ കലർത്തപ്പെട്ടിരിക്കുന്നത് മെത്തനോളാണ്, മീഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോളാണ് മദ്യപിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത്. മീഥൈൽ ആൽക്കഹോൾ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ്. അത് വിഷമാണ്. അത് എങ്ങനെ ഹയർമിസയുടെ ആ വീട്ടിലെത്തി, അതുമായി എങ്ങനെ മണിച്ചനെ പോലീസ് കണക്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെയും പോലീസ് നൽകിയിട്ടില്ല എന്നാണ് സത്യം. ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം, എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് മണിച്ചനായിരുന്നു എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലെ ഓരോ ആളിനും പരമാവധി 4000 രൂപ വീതം ദിവസം കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മാസം സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ പണം ഓരോ പോലീസുകാരനും മണിച്ചിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന്. മണിച്ചിന്റെ ശമ്പളക്കാരായിരുന്ന പോലീസുകാർ എന്നെ നമുക്ക് അവർ വിളിക്കാൻ പറ്റും. പോലീസുകാർ മാത്രമല്ല കേട്ടോ, എക്സൈസുകാരും. അങ്ങനെ ഒരു വലിയ സംവിധാനമുണ്ട്. ഇതൊക്കെ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ ചിറയൻകീഴിൽ എല്ലാ ആളുകളും ഇപ്പോഴും ഉന്നയിക്കുന്നതാണ്. ഞാൻ ഈ അടുത്ത ദിവസം റിട്ടയറായ ഒരു SCയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഈ കാര്യം എന്നോട് സമ്മതിച്ചതുമാണ്. അതങ്ങനെ ആയെന്ന് എന്നുള്ളതാണ്. ഇതൊന്നും രഹസ്യമല്ല, പരസ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ എന്നോടൊപ്പം ഉണ്ടാകും. ഞങ്ങളൊരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ സംഭാഷണം ഉണ്ടാകുന്നത്. അവർക്കൊക്കെ അവരുടെ കൺമുന്നിൽ ആ രംഗങ്ങളൊക്കെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ മണിച്ചൻ ആ മേഖല മുഴുവൻ അടയ്ക്കുമാണതും അവസാനം തലകുത്തി താഴെ വീഴുന്നതുമായ രംഗം. എന്തായാലും ഒരുപാട് ദുരൂഹതകളുടെ ഭാഗമാണ് ഈ കല്ലുവാതക്കൽ മദ്യദുരന്തം എന്നുള്ളത് സത്യസന്ധമായ ഒരു വസ്തുതയാണ്. മാസപ്പടി ഡയറിയൊക്കെ അന്ന് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായതാണ്. അതിലെ പേരുകാരെക്കുറിച്ചോ അവർക്ക് പണം വന്നതിനെക്കുറിച്ചോ ആ പണം എങ്ങോട്ട് പോയതിനെക്കുറിച്ചോ ഒരു അന്വേഷണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് സത്യം. ഒരുപാട് ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അന്നത്തെ LDF സർക്കാരിന് വല്ലാത്തൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2001 ഇലക്ഷൻ നടന്നപ്പോൾ വളരെ വളരെ ദയനീയമായി LDF തോറ്റത്. ശരിക്കും അഴിമതിയുടെ അവസാന വാക്കായിരുന്നു അന്നത്തെ LDF സർക്കാർ എന്നുള്ള ആരോപണം നേരിട്ടുകൊണ്ടാണ് വയനാട് സർക്കാർ അന്ന് ഇലക്ഷൻ നേരിടുന്നത്. 100ഓളം സീറ്റുകളുമായി UDF അധികാരത്തിൽ വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2001 നടന്നത്. പലതും ഒളിച്ചു വെക്കാൻ സർക്കാർ ശ്രമിച്ചതുകൊണ്ട് ജനം അതിനനുസരിച്ച് പ്രതികരിച്ചതാണ്. എല്ലായ്പ്പോഴും ജനം അങ്ങനെയാണ്, അവസരം കിട്ടുമ്പോൾ അതിശക്തമായി പ്രതികരിക്കും. ആ പ്രതികരണം എല്ലാ സർക്കാരുകളും എല്ലായ്പ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ പിൻ ചെയ്യാനുള്ള കഥ എന്ന് പറയുന്നത് ഇതുപോലെ ജനങ്ങളെ മറന്ന ഒരാളെ കുറിച്ചാണ്. ആ ആളെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ പോസിറ്റീവായി കേട്ടിട്ടുണ്ടാകും. പക്ഷേ അയാൾ മരിച്ചപ്പോൾ ആ ആളെക്കുറിച്ച് നെഗറ്റീവായുള്ള കഥകളും കേട്ടു തുടങ്ങി. അത് മറ്റാരുമല്ല, ജനറൽ ഗദ്ദാഫിയാണ്. എത്രയെങ്കിലും കൊല്ലക്കാലം ഒരു രാജ്യത്തെ അടക്കി ഭരിച്ച ഒരു ഏകാധിപതി തൻ്റെ അവസാന 6 മണിക്കൂറുകൾ എന്തുമാത്രം ദയനീയതയോടുകൂടി അനുഭവിച്ചു തീർത്തു എന്നുള്ള കഥ നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. അനവധി ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഈ 2 കഥകളും നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.